നമസ്കാരം. ഏവർക്കും രാവിലെ ഉള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മൾ കണ്ടത് തുടർച്ചയായിട്ട് 3 ദിവസത്തെ നേട്ടത്തോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ അതിന് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇതിന് പ്രധാനമായിട്ട് സഹായകമായത് HDFC ബാങ്കിലും ICICI ബാങ്കിലും മറ്റ് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും വന്ന ഹ്യൂജ് ബൈയിങ് തന്നെയാണ്. അതേസമയം സെൻസെക്സിനും നിഫ്റ്റിക്കും 1% നേട്ടത്തോട് കൂടിയിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഇതിനൊക്കെ പ്രധാനമായിട്ടും സഹായകമായത് മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് നീങ്ങിയതിനെ തുടർന്ന് വന്ന പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ്, ഡോളർ വീക്കൻ ആയതും ഓയിൽ പ്രൈസസിലുണ്ടായ ഇടിവും തന്നെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നോക്കാം. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 12,594.34 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തുകയുണ്ടായത് ക്യാഷ് മാർക്കറ്റില്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 195.23 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അപ്പോൾ ഇന്നലത്തെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷനും നമ്മുടെ മാർക്കറ്റ് റാലിയെ വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അനലിസ്റ്റുകൾ നമ്മുടെ മാർക്കറ്റില് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് വച്ചു പുലർത്തുന്നത്. അതിന് പ്രധാനമായിട്ടും അവർ നോട്ടം വയ്ക്കുന്നത് ഫിനാൻഷ്യല്, ക്യാപിറ്റൽ മാർക്കറ്റ്, അഗ്രികൾച്ചർ ലിങ്ക്ഡ് സെഗ്മെന്റ്സ് ആണ്. അതായത് അഗ്രി ഇൻപുട്സ്, ട്രാക്ടേഴ്സ്, റൂറൽ കൺസപ്ഷൻ തുടങ്ങിയ മേഖലയെ ഉന്നം വെച്ചുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നും ഈ അഭിപ്രായം വരികയുണ്ടായത്. അതുപോലെ തന്നെ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഡിഫൻസ് സെക്ടറും പ്രശോഭിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇന്നലെ ലീഡിംഗ് ആയ നമ്മുടെ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റോക്കുകളും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ആക്സിസ് ബാങ്ക് ADR ആണ് 2% നേട്ടത്തോടു കൂടി ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഇന്നലെ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ചെയ്തുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിലവിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 93 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതുവരെയും മിഡിൽ ഈസ്റ്റ് ടെൻഷൻ മാറിയതിന്റെ പ്രതിഫലനം അവിടെ കാണുവാനായിട്ട് സാധിച്ചിരുന്നില്ല. അവരത് വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. എങ്കിലും ഇന്നലത്തെ ട്രേഡിങ്ങോട് കൂടിയിട്ട് യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് മാറുവാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും യൂറോപ്യൻ നിക്ഷേപകര് ആശങ്കയിലാണ്. കാരണം ജൂലൈ 9-നാണല്ലോ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട ഡെഡ് ലൈൻ നൽകിയിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിൽ അതിന്റെ ആശങ്ക നിലനിൽക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തൽഫലമായിട്ട് ഇന്നലെ UK മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. തത്സമയം ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിലവില് ജപ്പാൻ മാർക്കറ്റും സൗത്ത് കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ജപ്പാൻ മാർക്കറ്റ് 1.5% നേട്ടത്തോടു കൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. തത്സമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് വ്യാപാരം തുടരുന്നത്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും നേട്ടത്തോടു കൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. തത്സമയം ഗോൾഡില് നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇനി നമ്മൾ പുതിയൊരു മാസത്തേക്ക് എൻ്റർ ആവുകയാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതായത് NSEയുടെ ഡെറിവേറ്റീവ്സിലൊക്കെ പുതിയ അതായത് ജൂലൈ മാസത്തെ കോൺട്രാക്റ്റുകളൊക്കെ ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി ഇന്ന് മുന്നോട്ടൊരു പ്രയാണം നടത്തുകയാണെങ്കിൽ 25,650, 25,750 തുടങ്ങിയ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. ഫോളോഡ് ബൈ 26,000. ഇനി നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,400, 25,300 ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുവാൻ സാധ്യതകൾ ഉണ്ട്. ഫോളോഡ് ബൈ 25,000. നിഫ്റ്റിയുടെ PCR 1.29 ആയിട്ട് ബുള്ളിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,450 എന്ന നിലയിൽ നിലകൊള്ളുന്നു. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നോക്കുമ്പോൾ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്.
വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ PCR 1.09 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,200 എന്ന നിലയിലും. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇന്നലത്തെ ഹ്യൂജ് റാലിയോട് കൂടിയിട്ട്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം കോൾ റൈറ്റിംഗ് 59,000 എന്ന സ്ട്രൈക്കിലും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുട്ട് സൈഡിലേക്ക് 56,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുന്നത്. ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ PCRും ഓപ്പൺ ഇൻട്രസ്റ്റും മാക്സ് പെയിൻ ഒക്കെ മാറി മറിയും. കാരണം ഇന്ന് തൊട്ട് പുതിയ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റെയ്മണ്ട് റിയാലിറ്റി ജൂലൈ 1 സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യും. ടെക്സ്മാക്കോ റെയിൽ 535 കോടി രൂപയുടെ വാഗൺ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. കുമിൻസ് ഇന്ത്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്പനി ലോഞ്ച് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ. PB ഫിൻടെക് കമ്പനിയുടെ ഫൗണ്ടേഴ്സ് 1% സ്റ്റേക്ക് 920 കോടി രൂപയ്ക്ക് വിറ്റ് ഒഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ കൂടുതൽ വളർച്ച നേടുവാനായിട്ട് ബ്രാഞ്ചുകൾ എക്സ്പാൻഷൻ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. ഡൽഹി വറി നെക്സസ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് 0.23% സ്റ്റേക്കുകൾ വിറ്റ് ഒഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ. ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്സ് ചൈനയുടെ ഭാഗത്തു നിന്നും സ്പെഷ്യാലിറ്റി ഫെർട്ടിലൈസർ എക്സ്പോർട്ട് ബാൻ ചെയ്യുകയുണ്ടായി, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. തൽഫലമായിട്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ലീഡിംഗ് ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കുകളിൽ 7% ഇടിയുന്നതായിട്ട് കണ്ടു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.